നമസ്കാരം. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റിന്റെ കൂടെയാണ് നിൽക്കുന്നത്. നമ്മുടെ ജയൻ ചേട്ടൻ. ചേട്ടന്റെ ശരിക്കുള്ള പേരും നാടും ഒക്കെ നമുക്കൊന്ന് ചോദിക്കാം, പരിചയപ്പെടാം ചേട്ടന്. ചേട്ടാ, എന്റെ ശരിക്കുള്ള പേര് അഷ്റഫ് ജയൻ. ആ ഇപ്പൊ ഞാൻ ചായയുമായിട്ട് വന്നിരിക്കുകയാണ് കലോത്സവ വേദിയിലേക്ക്. ഓക്കെ. മലയാള സിനിമയിലെ കലാകാരനായിരുന്നു ജയൻ സാർ. അതെ. അപ്പോൾ ജയൻ സാറിന് കാണാൻ വേണ്ടി കുട്ടികളുടെ കലാപരിപാടിക്ക് ജയൻ സാർ വന്നിരിക്കുകയാണ്. ചായ കച്ചവടവും ആ ബെന്നും ഒക്കെ ആയിട്ട്. എന്തായാലും എൻ്റെ എല്ലാ കച്ചവടം കഴിഞ്ഞ് പോവാൻ നിൽക്കുന്ന നേരത്താണ് നിങ്ങൾ വരുന്നത്. എന്തായാലും അപ്പോ ചായ കച്ചവടം കഴിഞ്ഞു, ബെന്നും കഴിഞ്ഞു, ഞാനും ഹാപ്പിയായി, എല്ലാവരും ഹാപ്പിയായി. എല്ലാ ഇന്റർവ്യൂവിലും കൊടുത്തു. നമുക്കങ്ങനെ കലയ്ക്ക് ജാതിയൊന്നോ മതമൊന്നുമില്ല. കലാകാരന്മാർക്ക് ഒരു മതമുള്ളൂ, മതം അല്ലെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. എന്തായാലും മലയാള സിനിമയിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു കലാപ്രതിഭയാണ് ജയൻ സാറ്. അതുകൊണ്ടാണ് ഈ വേഷത്തിൽ വന്നത്. അത് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞാണ്. അതെ, ഞങ്ങൾ കാണാറുണ്ട് ചേട്ടനെ, പല തവണകളായി കാണുന്നു. അതെ അതെ. അപ്പൊ നമ്മളൊരു ചാനല്, നയം ചാനൽ നമ്മുടെ, അപ്പൊ കുറച്ചു നാളായി വിചാരിക്കണം ചേട്ടനെ കണ്ടൊന്ന് പരിചയപ്പെടണം. എന്തായാലും ഇന്നിപ്പോ കാണാൻ പറ്റി, സന്തോഷം. നാട് എവിടെയായിരുന്നു? എന്റെ വീട് തൃശ്ശൂർ വടൂക്കര. വടൂക്കര. അതെ. അങ്ങനെ ഇവിടെ ജയൻ സാർ വരുമ്പോ ഒരാൾക്കും പ്രഷറും ഇല്ല, ഷുഗറും ഇല്ല, എല്ലാവരും ഹാപ്പിയാണ്. അതാണ് ഇപ്പോഴത്തെ കാലത്ത് ചിരിയും തമാശയെല്ലാം മാഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഫ്രണ്ട്ഷിപ്പും പെട്ടെന്ന് പോകുന്ന ഒരു കാലഘട്ടം. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് വെച്ചാൽ കൂടുതലും നമുക്ക് പുതിയ പുതിയ ബന്ധങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് പോയത്? അത് നമ്മുടെ കയ്യിലുള്ള ഫോണിൽ പുതിയ പുതിയ ബന്ധങ്ങൾ വന്നുകൊണ്ട് ഒരാൾ പിണങ്ങിയാൽ കല്ലുവല്ലി. പണ്ടത്തെ കാലത്ത് പുറകെ പോകും, ഇപ്പൊ ആരും പുറകെ പോവില്ല. കാരണം അത് പോയാൽ വേറെ, അതും പോയാൽ വേറെ. പക്ഷേ വിഷമിക്കുന്നത് നമ്മളാണ്. നമ്മൾ പച്ചയായ മനുഷ്യനാണ്. അതുകൊണ്ട് നമുക്ക് അതുപോലെയുള്ള കല്ലുകൾ പോലത്തെ ഹൃദയമുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം കല്ലുവല്ലിയായിരുന്നു. പക്ഷേ പോയവരെല്ലാവരും പോകുമ്പോഴും എന്റെ മനസ്സ് വേദനിക്കുകയാണ്. കാരണം ബന്ധങ്ങൾക്ക് മൂല്യം കുറഞ്ഞു വരികയാണ്. അതെ, പക്ഷെ എനിക്ക് ബന്ധങ്ങൾക്ക് മൂല്യമുണ്ട്. തീർച്ചയായിട്ടും. ജയൻ ആരാണെന്ന് തേടി വരും. അതെ അതെ. കത്തി കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമല്ല, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര പൊടിയും. അപ്പൊ സൂക്ഷിക്കണം. അതെ. അപ്പോ ഒരുപാട് പേര് ഇപ്പൊ ജയൻ സാർ ഇപ്പൊ ചായ കച്ചവടത്തിൽ വരുമ്പോ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അവരെന്താണ് ഈ ജയൻ എന്നുള്ള ഇതിലാണ് വരിക. നമ്മളെന്ന് വെച്ചാൽ ചായ കച്ചവടമാണ്, വലിയ വലിയ കോടീശ്വരനൊന്നല്ല. കോട്ടും ഷൂട്ടും ജയൻ സാറിന്റെയാണ്, ഒറിജിനൽ കോട്ടാണ്. അപ്പോ അതിട്ടിട്ട് തന്നെയാണ് സാറിന്റെ കോട്ടാണ്. അപ്പൊ ജോസ് പ്രകാശിന്റെ മകനാണ്, രാജൻ ജോസ് പ്രകാശ് വന്നത്. ചേച്ചിക്ക് പറയാനുള്ള അവസരമില്ല, കാരണം ഇന്റർവ്യൂ പറഞ്ഞു 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 പറഞ്ഞു. കുഴപ്പമില്ല, സന്തോഷം. നമ്മൾ എന്തൊക്കെ അറിയണോ അതൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ജോസ് പ്രകാശിന്റെ മകൻ തന്നു, രാജൻ ജോസ് പ്രകാശ്. അവര് തന്നെയാണ് കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ജയനാക്കി മാറ്റിയത് ജോസ് പ്രകാശാണ്. മലയാള സിനിമയിൽ ശാപമോഷം എന്ന സിനിമയിലാണ് ജയൻ സാർ ആദ്യമായിട്ട് വരുന്നത്. ആദ്യത്തെ രാത്രിയിൽ വരവേൽക്കാൻ എന്ന് പറയുന്ന പാട്ട് സീനാണ്. അതെ. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും. പൊന്മുട്ടിയിടുന്ന താറാവിനെ കൊന്നാൽ പൊന്മുട്ടിയുമില്ല, താറാവുമില്ല. നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയുന്നു. വെരി ഗുഡ്, വെരി ഗുഡ് എന്ന് പറയുമ്പോൾ പറയുന്ന ആളെ നമ്മൾ നോക്കണം. ജയൻ സാർ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോ വെരി ഗുഡ്, അത് ഗുഡ് തന്നെയാണ്. ഗുഡ് തന്നെയാണ്. ഓൾ ഈസ് ഗോൾഡ്. എന്തെങ്കിലും പറയാനുണ്ടോ? ചാൻസ് കൊടുത്താണ്. പുതിയ തലമുറകൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഈ വേഷത്തിൽ ജയൻ സാറിന്റെ ആത്മാവ് വന്നിരിക്കുന്നത്. ജയൻ സാറിന്റെ ഷർട്ടും ഇട്ട് വന്നാൽ ജയൻ സാർ നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ അഷ്റഫ് ജയൻ ആയത് ഞാനാക്കിയതല്ല. അഷ്റഫ് ജയൻ, എന്റെ പേര് അഷ്റഫാണ്. അഷ്റഫിന്റെ വേഷത്തിൽ ചായ കച്ചവടത്തിന് പോയപ്പോ ചായ ആരും കുടിക്കുന്നില്ല. പക്ഷെ ജയൻ സാറിന്റെ വേഷത്തിൽ വന്നപ്പോഴല്ലേ ചേച്ചി ഇങ്ങോട്ട് വന്നത്. അഷ്റഫ് ആണെങ്കിൽ ആരും മൈൻഡ് ചെയ്യില്ല. അപ്പോ അതൊരു അനുഗ്രഹം തന്നെയല്ല. എന്റെ വീടിന്റെ വാടകയും എന്റെ കുട്ടികളുടെ പഠിപ്പൊക്കെ നോക്കുന്നത് ജയൻ സാറാണ്, അഷ്റഫ് അല്ല. അഷ്റഫ് എന്നേ മരിച്ചുപോയി. അതെ, പ്രവാസി ജീവിതമായിരുന്ന അഷ്റഫ് കൊറോണ കാലത്ത് ഇവിടെ പെട്ടുപോയതാണ്.
അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും കുബൂസ് പാക്ക് ചെയ്ത് തന്നെ അവിടെ അറബികളുടെ നാട്ടിൽ കുബൂസ് പാക്ക് ചെയ്ത് 2 കൊല്ലം കൊണ്ട് 4.5 ലക്ഷം രൂപ ജയൻ സാർ വീട്ടിൽ തന്നു. ഇപ്പോൾ ഞാൻ ചായ കച്ചവടം ചെയ്യുന്നുണ്ട്. അത് എനിക്ക് കല്യാണ പ്രോഗ്രാമിന് ഞാൻ പോകുന്നുണ്ട്, പിന്നെ ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നുണ്ട്. ജയന് സീമയായിട്ട് പോവാറ്, സീമ വയ്യാണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സീമ വരാതിരുന്നത്. അവളുടെ ഭർത്താവിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും തിമിരം ബാധിച്ചിട്ട് അവളുടെ ഭർത്താവിന്റെ കാഴ്ച പോയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും സീമയുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ പെങ്ങളാണ് അവൾ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. എന്തായാലും ഇത്രയും നേരം ഇത്രയും സമയം നമുക്ക് തന്നതിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കൈയടിക്കാം. അതെ അതെ, എല്ലാവരും കൂടി ഒരുമിച്ച്. തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. വാ മലയജ സുരവില പുളകിത നിമിഷമിതേ, നീതാ മനസിജ മധുഗണ അനുപമ രസലതികേ. മധുവാദിനി മതിമോഹിനി ഏകാന്ത സ്വപ്നത്തിൻ തേരേറിവാ, എൻ മനസ്സിൻ പാനപാത്രം നീ നുകരാൻ വാ, നിൻ പുഞ്ചിരി തേൻ മഞ്ചരിൽ വാ 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 സഖിവാ. ഓ സന്തോഷം. എന്താ പേര്? ആദർശ്. എന്തായാലും ഇപ്പോഴത്തെ പുതുതലമുറകളാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആദർശിന് ചിലപ്പോൾ 22 വയസ്സുണ്ടായിരുന്നു അല്ലേ? 24 അല്ലേ? അപ്പോ ജയൻ സാറിന്റെ സൗണ്ട് ഒക്കെ ചെയ്യും. അതല്ലേ, ഒന്നൊന്ന് ചെയ്യും. കത്തി കളിക്കാനുള്ള സാധനമല്ല, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോരപ്പൊടിയും. ചോര അല്പം വിലയുള്ളതല്ലേ. സൂപ്പർ. എന്തായാലും സന്തോഷം. എന്തായാലും ഇപ്പോഴത്തെ പുതുതലമുറകളും ജയൻ സാറിന്റെ ഡയലോഗുകളും പാട്ടുകളൊക്കെ ഓർക്കുന്നത് തന്നെ വലിയൊരു അഭിമാനം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവ് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. എന്തായാലും ഒരുപാട് ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ജയൻ സാർ. പിന്നീട് വന്നതാണ് ഇവരൊക്കെ ജയൻ സാറിന്റെ മുമ്പിൽ ചെടുങ്ങുകളാണ്. ജയൻ സാർ എന്ന് പറയുന്ന പടവൃക്ഷമാണ്. അതിന്റെ മുമ്പിൽ ഒരാൾക്കും ആ കസേരയിൽ കയറിയിരിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ഇതാ ആരെയും താത്താനും പൊക്കാനും അല്ല, ഇതെന്റെ യഥാർത്ഥമായിട്ടുള്ള സംസാരം തന്നെയാണ്. ഇത് ആള് പറയുന്നതാണ്, ഞാനല്ല. ഓക്കെ, താങ്ക് യു. എന്റെ സുഹൃത്താണ്. അതെ, ചേച്ചി പറയുന്ന ആളാണ്. ചാവമോട്ടത്തിന്റെ ഷൂട്ടിങ് ഞാൻ കണ്ടതാണ്. ശരി, 73 ചാവമോട്ടത്തിൽ ആരെങ്കിലും മുകളിലെടുക്കാം. ഈ പാട്ടിന്റെ സീൻ ആരെങ്കിലും എടുത്തു. ശരി, എനിക്ക് അത്രേ അറിയാം. ഞാനായിട്ട് ഞാൻ 73 ആള് ചാവമോട്ടത്തിൽ അഭിനയിക്കുന്നത്, ജയശ്രീയുടെ പടത്തിൽ. പിന്നെ ജയശ്രീയുടെ പടത്തിൽ അഭിനയിച്ചിട്ടുമില്ല. ജയശ്രീയുടെ പടത്തിൽ ജോസ് പ്രകാശിന്റെ മകനാണ് രാജൻ ജോസഫ്. ഇവിടുന്ന് കല്യാണം, കൊട്ടയർന്ന് കല്യാണം ചെയ്യുന്നത്. രാജൻ ജോസഫിന്റെ സണ്ണി എന്ന് പറഞ്ഞാൽ അറിയാം. ഞാനൊരു പടം എടുത്തുള്ള ആളാ, എക്സസ് മേത് കോളേജില് 96. അപ്പൊ ജയനായിട്ട് ഞാൻ ഒരുപാട്, ജയൻ CTH കൊച്ചിൻ ദിവസങ്ങളില് 33-ാം റൂം നമ്പറിലാണ് താമസിച്ചിരുന്നത്. പേറ്റ് കാറ് 134 പേറ്റ് കാറ്. അന്ന് തൊട്ട് പറയാം, എന്റെ കാറ് കുറേ നാൾ കൊണ്ടിരുന്നത്. ഞാൻ 105 രൂപയ്ക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് മദ്രാസിലേക്ക്. അന്ന് ഫസ്റ്റ് ക്ലാസ്സിലെ പോകുള്ളൂ ആള്, കാശില്ലെങ്കിലും ഫസ്റ്റ് ക്ലാസ്സിലെ പോകുള്ളൂ. അങ്ങനത്തെ ഒരു അത്രയും സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഒരുമിച്ച് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. മൂർക്കം വരെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കണ്ടതാണ്. ലാസ്റ്റ് കാണുന്നത് ദീപൻ ഷൂട്ടിങ് ദ്വാരകര മോളിൽ വെച്ചിട്ട് ഷൂട്ടിങ് വന്നത്. ദ്വാരയിൽ ശ്രീതി ആയിട്ടുള്ള ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ലാസ്റ്റ് കാണും. അത് ഒക്ടോബറിലാണ്. നവംബർ 16-ാം തീയതി മരിക്കണം. നവംബർ 16-ാം തീയതി മരിക്കണം. 1980 നവംബർ 16-ാം തീയതി മരിക്കണം. അതുവരെ ഞാൻ ആളെ അറിയുന്നത് ആളാണ്. ഞാൻ മരിച്ചിട്ട് കൊല്ലത്ത് പോയി കണ്ടിട്ടുള്ളതാണ്. സീമ, ഐവിശേഷം എല്ലാവരും കൂട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പടത്തിൽ ആളുടെ കൂടെ നിന്ന് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള. 72 തൊട്ട് 84 വരെ ഞാൻ കൊച്ചിൻ ടൂറിസ്റ്റിന് താമസിക്കുന്നത്. ഞാൻ ഡോക്ടർ പുളിക്കിന്റെ കൂടെയായിരുന്നു. അവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അന്ന് തൊട്ട് ജയന 72 സൈക്കിളുമേ പോണ കാലം വരെ ഞാൻ അറിയുക. അന്ന് നേവൽ ബേസിൽ ടൗസർ ഇട്ടിട്ട് ആള് സൈക്കിളുമേ പോവുക. പിന്നീടാണ് ജാവ മേടിച്ച് ജയനായി വരുന്നത്. ജേഴ്സിയുടെ പടത്തിൽ വരുന്നു, ജേഴ്സി അഭിനയിപ്പിക്കുന്നു. പിന്നെ അവിടുന്ന് സോമന ഇവനൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ ഫീൽഡിലേക്ക് വരുന്നു. ഇവിടെ വന്ന് എലൈറ്റിൽ ഇവിടെ വന്ന് താമസിക്കുക. ഇവിടെ എലൈറ്റിൽ വന്ന് എലൈറ്റിൽ താമസിക്കും. ശാഖരയുടെ ഷൂട്ടിങ്ങിന് ഇവിടെ വെച്ചിട്ട് കണ്ടിരുന്നത്. അത് ഒരുപാട് ആള് ഇങ്ങനെ അഭിനയിച്ച്
സ്വന്തം കഴിവുകൊണ്ട് കയറി വന്നതാണ്. അതായത് ജയൻ സാറിന്റെ അടുത്ത അതിന്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഈ വാക്കുകൾ ആള് ഭയങ്കര പ്രത്യേകതകളാണ്. ജീവിതത്തിൽ മറക്കില്ല. ആ ജീവിതം മറക്കരുത്. ഇതല്ല, ഈ വാക്കുകൾ ഞാൻ എന്റെ കയ്യിലുണ്ട് ഫോട്ടോകളൊക്കെ. അതായത് ലൈവ് സംസാരമാണ് ഇതൊക്കെ. ഞാനൊരു സിനിമാസിലുണ്ട്. സണ്ണി ചെറുമലിന് കാണും, അടിച്ചു നോക്കിയാണ്. സിനിമാസിലുണ്ട്. ജയൻ സാറിന് നേരിട്ട് സിനിമ കണ്ടിട്ട് ആ സിനിമ കണ്ട് ഞാൻ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരാളായിക്കൊണ്ട് ഒരു പീസ് മസാലയും 2 ചപ്പാത്തിയും ഒരു ലൈം ജ്യൂസ് 3.75. അന്ന് കാലത്ത് കൊടുക്കാനില്ലാത്ത ആവണം ചെയ്യുന്നത്. അന്ന് കാലത്ത് ഞാൻ പേയ്മെന്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് അന്ന് 18-20 വയസ്സുള്ളൂ കേട്ടോ. 18 വയസ്സ് 19 വയസ്സുള്ളൂ. 72 17ാമത്തെ വയസ്സിൽ ജയനായിട്ട് പരിചയപ്പെട്ടാണ്. മരിക്കുന്ന വരെ ഞാൻ കൊല്ലത്ത് പോയിണ്ടായിരുന്നു, കണ്ടു. മരണ ആ ചടങ്ങ് വരെ കണ്ടിട്ടാണ് പോണു. നസീറിനെ പെട്ടി കൊണ്ട് വന്ന് കൊടുത്തതൊക്കെ ആളുടെ തേവള്ളിയുള്ള വീട്. തേവള്ളിയിൽ ഞാൻ തേവള്ളിയിൽ പോയിട്ടുള്ളതാണ്, കണ്ടിട്ടുണ്ട്. ആള് കൊച്ചിന്റെ വയസ്സിൽ മരണം വരെ അവിടെ ആ റൂം ഉണ്ടായിരുന്നു. ഒക്ടോബറിലാണ് മാറി പോയത് ആള്. എന്നോടൊക്കെ വലിയ ബിസിനസ് തുടങ്ങാൻ ചരിത്രമാണ്. അത് ചരിത്രമാണ്. ഭയങ്കര ചരിത്രമാണ്. ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ബുക്കിലാണ്. ഞാൻ സ്വന്തമായിട്ട് കണ്ട് എന്റെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിനിമയിൽ വരുമ്പോഴാണ് ഞാൻ പരിചയം. സിനിമയിൽ ഞാൻ തൃശ്ശൂർക്കാരനാണ്. ആള് തൃശ്ശൂർ കൂടെ വന്ന്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ ജയൻ സാറായിട്ട് ഒരുപാട് നടന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പൊ എന്നെ കാണുമ്പോ എന്താണ് തോന്നുന്നത്? എന്റെ ഇതുണ്ട്, ഞാൻ ഇവിടെ നിന്നത് ആ ലുക്ക് ഉണ്ട്. ഞാൻ നിങ്ങൾ ഞാൻ ഇതിന്റെ രീതിയിൽ കാണാറുണ്ട്. ചായ കൊടുക്കുന്നതും അതെല്ലാം ഞാൻ നോക്കാറുണ്ട്. അപ്പൊ സീനൊക്കെ നന്നായിട്ടുണ്ട്. എനിക്കതൊരു മുല്ലപ്പൂവായി മാറി. കാണാറുണ്ട്. അത് ആ ലുക്ക് ഉണ്ട്. ലുക്ക് ഉണ്ട്. പിന്നെ തടി ആരോഗ്യം കൊണ്ടൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ലുക്ക് കറക്റ്റ് ആണ്. ഞാൻ അതുകൊണ്ടല്ല ഇവിടെ നിന്നത്. സംസാരിച്ചപ്പോ ഞാൻ ഇവിടെ നിന്നത് അതുകൊണ്ടല്ലേ. കോട്ടിട്ടു രാജംപ്രാശനോട് പറഞ്ഞാൽ എന്നെ അറിയാം. രാജംപ്രാശൻ ജോസ് പ്രകാശിന്റെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടില്ല. സോമൻ എല്ലാവരും ഇപ്പൊ ഒരു ഡയലോഗ് അലക്കിയതാ. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നാൽ പൊന്മുട്ടയുമില്ല, താറാവുമില്ല. ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഞാനിപ്പോ പറയാൻ കാരണം ജയൻസ് ഇപ്പോൾ അങ്ങനെ പറയുന്നില്ലേ, ജയൻ സാറ് വല്ലാണ്ട് നീട്ടാറില്ല. പക്ഷെ വല്ലാണ്ട് നീട്ടുമ്പോഴാണ് കയ്യടി കിട്ടുന്നത്. അതായത് അത് ഒരു മിമിക്രിക്കാരാണ് അത് അതൊന്നും ജയൻ സാർ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളെല്ലാവരും എനിക്ക് മാത്രമല്ല ആൾക്കും കൂടി വലിയൊരു കൈയ്യടി കൊടുക്കും. കാരണം ജയൻ സാറിന്റെ അടുത്ത കൂട്ടുകാരനാണ്. ജയൻ സാറായിട്ട് ഒരുമിച്ച് സിനിമ കണ്ട ആളാണ്. ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ജയൻ സാർ. പിന്നീട് വന്ന കഴിച്ചെടുങ്ങള് ഒരുപാട് കണ്ടുമുട്ടിയത്. അത് ഞാൻ കണ്ടുമുട്ടിയത് ഞാനിപ്പോ കണ്ടുമുട്ടാൻ ഞാൻ ഈ നേരത്ത് വരേണ്ട കാര്യമില്ല. ഞാൻ 10 മണിക്ക് വേണ്ടി വന്നതാ. ജയൻ സാറിന്റെ വേഷം ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ നാളായിട്ടുണ്ട്. 4 കൊല്ലായി. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടല്ലേ? അപ്പൊ ഒരു നിമിത്തായില്ലേ ഞങ്ങള് നയം ചാനലിന്. അപ്പൊ നല്ലൊരു കൈയടി. നയം ചാനലിന് നല്ലൊരു കൈയടി. എവിടെ പോയി? എന്തായാലും ഇത് ശബ്ദം മാത്രം കിട്ടിയാൽ മതി ചേച്ചി. ഇത് ശരിക്കും പറയാച്ചാ ഈ ഒരു ഇരുട്ട് മാത്രല്ല, ഇത് നമുക്ക് ശബ്ദം മാത്രം കേട്ടാൽ മതി. ഇതൊക്കെ ഒരു നിധിയാണ്. കാരണം ഈ ഇതും ആളുടെ സംസാരമൊക്കെ പച്ചയായ സംസാരം. അതായത് ഒരാൾ പറഞ്ഞിട്ട് പഠിച്ചിട്ടല്ല. നമ്മളിപ്പോ അതെ ചേച്ചിക്ക് ഒരു മകനുണ്ടെങ്കിൽ ആ മകനെ കുറിച്ച് പറയാൻ ചേച്ചിക്ക് പച്ചവെള്ളം പോലെ പറയാൻ പറ്റും മകനെ കുറിച്ച്. അത് കൂടെ മകളുള്ളത് കൊണ്ടാ. അതുപോലെ ജയൻ സാറിനെ കുറിച്ച് പച്ചവെള്ളം പോലെ പറയുന്നത് ജയൻ സാറിന്റെ കൂടെ നടന്നുകൊണ്ടായിരുന്നു. എനിക്കത് എനിക്ക് ഒരു കളിയൊന്നുമല്ല പറയാൻ പറ്റാതും പറഞ്ഞു. പുലിമുരുകന്റെ ഇതില് മോഹൻലാൽ അഭിനയിക്കുമ്പോ പുലിയുടെ മണം ഉണ്ടല്ലോ. അപ്പൊ ആൾക്ക് ജയൻ സാർ ത്രില്ലാണ്. എന്ത് ചെയ്യാൻ ത്രില്ല. അതെ, ആ സഞ്ചാരത്തിലൊക്കെ ഞാൻ അഭിനയിക്കുന്ന ഗോവയിൽ പോയിട്ട് അത് കഴിയുമ്പോ ഞാൻ അതൊക്കെ ഞാൻ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യണ്ട. വൈറ്റ് ആണ് കുറച്ചുകൂടി വൈറ്റ് ആണ് ഇതിൽ വേണ്ടത് ആൾക്ക്. വൈറ്റ് റെഡ് ആളുടെ വേഷത്തിന്റെ വരെ. പിന്നെ ഈ കളറും ഇത് ഒരു പടത്തിൽ വന്നിട്ടുണ്ട്. വൈറ്റ് ആണ് കൂടുതൽ ആൾ ഉപയോഗിക്കുന്നത്. വൈറ്റ് ആണ് ആളുടെ മോതിരം വേറെ ചതുര മോതിരമാണ്. എന്നാലും അല്ല നമ്മളൊരു ബ്ലാക്ക് മോതിരമാണ്. ബ്ലാക്ക് മോതിരം. ബ്ലാക്ക് മോതിരം കൂടി. പിന്നെ നമ്മുടെ
ടൈമിസ് മറ്റേ വാച്ച് ആള് എപ്പോഴും ഉപയോഗിക്കുന്നത് HMT വാച്ച് അത് ഞാൻ നോക്കിയത്. HMT വാച്ചാണ്. അതില് ബ്ലാക്ക് വെയിറ്റ് അത് സോമൻ നായർ കൊണ്ടുപോയത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ഗോൾഡൻ കളർ ആയിട്ട് HMT ഉപയോഗിക്കുന്നത്. ജനങ്ങൾക്ക് ഇപ്പൊ ഇത്രത്തോളം ശത്രുത, എന്നോട് ശത്രുത തോന്നാൻ കാരണം ഒരുപാട് ആൾക്കാർക്ക് നമ്മളിപ്പം ഒരു ഫേക്ക് ന്യൂസ് വരുന്നുണ്ടല്ലോ. ഫേക്ക് ന്യൂസ് ആണെന്നാണ് പറയണത്. മുരളി ജയൻ എന്ന് പറഞ്ഞിട്ട് ജയൻ സാറിന് മകനുണ്ട്. എന്നെ ഒരാൾ കൊണ്ടുപോയിണ്ടായിരുന്നു ആളടുത്ത്, മുരളി ജയന്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോ ശരിക്കും പറയാൻ ഞാൻ ജയൻ സാറിന് എന്നും കാണുന്ന ആളാണ്. അപ്പൊ അയാളിലൊരു പ്രകാശം ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം അദ്ദേഹം ജയൻ സാറിന്റെ മകനാണെന്ന് എനിക്ക് എന്റെ മനസ്സിൽ, കാരണം ജയൻ സാറിന്റെ കറക്റ്റ് കണ്ണും എനിക്ക് ആ ഒരു സ്പാർക്ക് എനിക്ക് കിട്ടി. ബാക്കിയുള്ളവർ സംഭവിക്കാത്തത് ഇത്രയും വലിയ മഹാനായ നടന് ഒരു മകൻ എന്ന് പറയുമ്പോൾ അത് വേറെ രീതിയിലായിരിക്കുമല്ലോ. പക്ഷെ അദ്ദേഹം സിനിമയിലാണ് ഞാൻ ആരാധിച്ചിട്ടുള്ളത്. ശരപഞ്ചരം, മൂർഖൻ, അങ്ങാടി, അതുപോലുള്ള കഥാപാത്രങ്ങളെയാണ് ഞാൻ സ്നേഹിച്ചത്. മറ്റൊരാളുടെ ലൈഫ് വേറെയാണ്, സിനിമയിലത്തെ അഭിനയം വേറെയാണ്. അത് ഇപ്പൊ ഇങ്ങനെ അതെ ജീവിച്ചിരുന്നു. മറ്റെല്ലാം കൊണ്ടും ആള് ക്ലിയർ ആണ്. വെള്ളമടിക്കില്ല, വളരെ വെള്ളം മേടിച്ചു കൊടുക്കലുള്ളൂ, വെള്ളം അടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല. ഇതൊക്കെ ആളുടെ ജീവിതത്തിൽ ഒരു വശമാണ്. അത് ചില വീക്കൻസ് ആണ്. അതിപ്പോ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യം. അതിലിപ്പോ എവിടെയെങ്കിലും ഞാൻ പറയുന്നത് വെച്ചാൽ ജയൻ സാറിനൊരു മകൻ വേണം. കാരണം ജയൻ സാറിന്റെ പേരിൽ എല്ലാ വസ്തുക്കളും അവർ വിറ്റ് തീർത്തു. ജയൻ സാറിന്റെ ഇപ്പൊ നിൽക്കുന്ന പ്രതിഭ പോലും പുറമ്പോക്കിൽ നിൽക്കുന്നത്. അത് നാളെ മറ്റൊന്ന് തല്ലി പൊളിച്ച് കളയും. ജയൻ സാറിന്റെ പേരില് ജയൻ സാർ നേവി ഉദ്യോഗസ്ഥൻ വേണ്ടാന്ന് വെച്ചത് സിനിമയിലേക്കുള്ള പ്രാന്തുകാരനാണെന്നാണ്. അത് ബുക്കിൽ വായിച്ചല്ല, ഞാൻ ബുക്കിൽ വായിച്ചല്ല. അടിച്ചു പോരും ഉദ്യോഗസ്ഥനെ പടയ്ക്കും, പെട്ടച്ചിട്ട് പോരുള്ളൂ, രാത്രി നമുക്ക് അടിച്ചിട്ട് പോരുള്ളൂ. അങ്ങനെ തല്ലിന് ഒരു മുടിക്കുന്ന ആള് അത് ഒറിജിനലായിട്ട് കൊടുക്കുകയും ചെയ്യും. അതിൽ വേറെ ഉദ്യോഗസ്ഥന്മാരൊക്കെ അടിച്ചിട്ടുണ്ട്. തീപ്പെട്ടി കമ്പനി എടുത്തിട്ട് എന്നെ ലൈസൻസ് എടുത്തില്ല 2 കൊടുത്തത്. എറണാകുളത്ത് ഞാനിതൊക്കെ പോയിട്ടുള്ള, എനിക്ക് അതിന്റെ പിന്നാലെ നടന്നുള്ള വലിയ പരിചയമാണ് ആളെ ഒരുപാട് കളി കളിച്ചുള്ള. ഇത് നിസ്സാര സംസാരങ്ങളല്ല. കാരണം ജയൻ സാറിനെ അറിയുന്ന ആളും ജയൻ സാറിന്റെ രീതിയിൽ നടക്കുന്ന ഒരാളുമാണ് ചേച്ചിയുടെ മുമ്പിൽ സംസാരിക്കുന്നത്. കാരണം ജയൻ സാർ ഇവിടെ ഉണ്ട്. അപ്പോ കൂട്ടുകാരന് സത്യം. അപ്പോ ഈ മുരളി ജയൻ സാറിന്റെ മകനാവണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ജയൻ സാറിന്റെ പേരിലൊന്നുമില്ല, മകനേനുണ്ടാവട്ടെ. അവൻ പറഞ്ഞു നടക്കണ്ടേ, കുറ്റം പറയാൻ പറ്റില്ല. മകനുണ്ടാവട്ടെ. ഞാൻ ആളായിട്ട് ഡെയിലി വിളിക്കാറുണ്ട്. മുരളി ജയന്റെ നമ്പറും വീഡിയോ കോളൊക്കെ ഇടയ്ക്ക് വിളിക്കും. ആൾക്ക് അച്ഛനെ കാണണം ഇടയ്ക്ക്, അപ്പൊ എന്നെ വിളിക്കും. അപ്പൊ അങ്ങനെ വിളിച്ച് സംസാരിക്കും. അമ്മ മരിച്ചു. ചേട്ടന്റെ മോനുണ്ട്. അപ്പൊ അവര് DNA ടെസ്റ്റ് കൊടുക്കാൻ ജയൻ സാറ് മകനാണ്. അവര് തയ്യാറാവണില്ല. അതിനുള്ള 10,000 മുരളി ജയൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവര് തയ്യാറാവണില്ല. ഇപ്പൊ കേസിലേക്ക് പോയിട്ട് ഇനി അധികകാലം നീണ്ടു നിൽക്കില്ല. കാരണം എന്തായാലും തെളിയും ജയൻ സാറിനും മകനുണ്ടോ മകനില്ലല്ലോ. പിന്നെ ഫാൻസുകാർ സമ്മതിക്കാത്ത വെച്ചാൽ അവർക്ക് ഇങ്ങനെ ഇന്നമാതിരി ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ സിനിമയും ജീവിതവും രണ്ടായിട്ട് കാണണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെ, കഥാപാത്രങ്ങൾ എപ്പോഴും കഥാപാത്രം തന്നെയാണ്, ജീവിതം വേറെയാണ്. ഞാനിപ്പോ വീട്ടിൽ പോയി കഴിഞ്ഞ് ഡ്രസ് ഇട്ടിട്ട് മുണ്ടും ഷർട്ടിലാണ്ടൊക്കെ കിടക്കുക. അതേപോലെ തന്നെ അത് വേറെ തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും. പൊന്മുട്ടിയിടുന്ന താറാവിനെ കൊന്നാൽ പൊന്മുട്ടയുമില്ല താറാവുമില്ല എന്ന് പറയുന്നു. ഓക്കെ, വിരാട് കോഹ്ലി ഓർ ദുൽഖർ സൽമാൻ? അതെ, ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ ഓർ ഫഹദ് ഫാസിൽ? ദുൽഖർ സൽമാൻ ഓർ ലാലേട്ടൻ? ലാലേട്ടൻ ഓർ മമ്മൂക്ക ഓർ വിജയ് ഓർ ജയൻ സാർ?
നമ്പർ ഞാൻ പിള്ളേരെ എവിടേക്ക് എത്തിയെന്ന് നോക്ക്. അല്ല അത് അത് വേറെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാൻ വിളിക്കാം. ഓക്കെ, നമ്മളുടെ കൂടെ ഇത്രയും നേരം നമ്മളെ ജയൻ സാർ നമ്മളെല്ലാവരും ആരാധിക്കുന്ന എന്താ പറയാ, നമ്മുടെയൊക്കെ മനസ്സിലെ എപ്പോഴും യുവതാരമായിട്ട് നിലകൊള്ളുന്ന ജയൻ സാറിന്റെ ഓർമ്മകൾ വീണ്ടും നമുക്കിപ്പോൾ വന്നു സാറിനെ കണ്ടോടുകൂടി. അതുമാത്രമല്ല ജയൻ സാറിന്റെ ആത്മാവ് ഇവിടെ വന്ന പോലെയുള്ള ഒരു ഫീലായിരുന്നു. കാരണം സാറിന്റെ ചെറുപ്പം തൊട്ടുള്ള ഒരു സുഹൃത്തിനെയും നമുക്ക് പരിചയപ്പെടാൻ പറ്റി. സണ്ണി ചിറമൽ സാറ് ഒരുപാട് ജയൻ സാറ് ചെറുപ്പം തൊട്ട് സൈക്കിളുമ്മ നടക്കുന്ന കാലം തൊട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഷെയർ ചെയ്തു തന്നു. സാറിന് ഞങ്ങളുടെ താങ്ക് യു. ഒപ്പം എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ സാറിനും ജയൻ സാറിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിന്റെ പേരിൽ നയം ചാനൽ. എന്തായാലും ആ ചാനലില് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാവട്ടെ. ഓക്കെ, ജയൻ താങ്ക് യു. സാറിന്റെ ഈ വീഡിയോ എടുത്ത് അപ്രസ്തമായിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. തീർച്ചയായിട്ടും അതോട് തന്നെ നിങ്ങളുടെ ഈ ചാനലിൽ പങ്കെടുത്തപ്പോഴാണ് ഇതുപോലത്തെ ഒരു സാറിനെ നിധി കാണാൻ ജയൻ സാറിന്റെ നല്ലൊരു സുഹൃത്തിനെ, നിമിത്തമായി പോയി. അതായത് ജയൻ സാറിന്റെ കൂടെ സിനിമ കാണുകയും ഭക്ഷണം കഴിക്കുകയും അങ്ങനെ ഒരു എനിക്ക് ചിന്തിക്കാൻ പോലും ഘട്ടം, എനിക്കിത് സ്വപ്നമാണോ എന്ന് കരുതാണ് നിങ്ങളുടെ ചാനലിൽ ഇത് സംസാരിക്കണം. അപ്പോൾ നിങ്ങളുടെ ചാനലിന് ഏറ്റവും നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു ചാനൽ തന്നെയാണ്. തീർച്ചയായിട്ടും. അല്ല, ചാനൽ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കണ്ടുമുട്ടിയത്. അതെ അതെ അതെ. അപ്പോ ഇനിയും കൂടുതൽ വളർച്ചയിലേക്ക് പോട്ടെ, ഇനിയും വലിയ വലിയ പ്രതിഭകളെ കണ്ടുമുട്ടട്ടെ. ഓക്കെ ഓക്കെ സാറ്, താങ്ക് യു. എന്തായാലും സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് താങ്ക് യു. ഗുഡ് നൈറ്റ് സാറേ, ഗുഡ് നൈറ്റ്.